കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങളെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നും നമുക്ക് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. ഞാൻ എന്നും നിങ്ങളോട് പറയും, നമ്മളെ വിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ ദൈവത്തെ ആരാധിക്കണമെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എനിക്ക് കർത്താവ് തന്ന ഒരു ചിന്തയാണ്. എന്നോട് ദൈവം ഇടപെട്ട ഒരു കാര്യം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഹല്ലേലൂയ, എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം. ഞാൻ പാട്ട് പാടുന്നുണ്ട്, മെസ്സേജ് നിങ്ങൾക്ക് തരുന്നുണ്ട്, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഹല്ലേലൂയ, നമ്മൾ കർത്താവ് പറഞ്ഞെന്താ, വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മളെ തെരഞ്ഞെടുത്തു. അപ്പോൾ നമ്മളെന്താണ്? കർത്താവ് ദൈവവും കർത്താവിൻ്റെ വിശുദ്ധ ജനവുമാണ് നമ്മൾ. അങ്ങനാണെങ്കിൽ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൊണ്ട് നമ്മളെ കർത്താവ് നോക്കുമ്പോൾ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും വിശുദ്ധിയോടായിരിക്കണം അതെ പറയുവാനും കേൾക്കുവാനും. ഹല്ലേലൂയ. മാക്സിമം നമ്മൾ നീതിമാൻ ഒരുത്തൻ പോലുമില്ല, എങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ നിൽക്കുന്നവരെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. പണ്ട് കാലങ്ങളിലൊക്കെ ഹല്ലേലൂയ, ശരിക്കും പറഞ്ഞാൽ ഒരു ഉണർവ് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇന്ന് ഉണർവെന്ന് പറയുന്ന സംഭവമേ ഇല്ല. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധയോട് കേൾക്കണമേ. ഉണർവെന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ട് ഒരു കാലത്തിൽ സ്തോത്രം, ജനം ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റേജിൽ ഒരു കർത്തൃദാസൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അവിടെ സ്റ്റേജിൽ ദൈവദാസൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനം അവിടെ നിന്ന് ഏതെങ്കിലും പാപികളായിട്ടുള്ളവരോ അല്ലെങ്കിൽ പാപം ചെയ്തിട്ട് വന്നിട്ടുള്ളവരോ ഉണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിനകത്ത് കുത്തുകൊള്ളുകയും അവർ വെല്ലുവായിൽ കരയുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അവർ സ്റ്റേജിൽ ഓടി വന്നിട്ട് പറയും, ദൈവദാസനെ, ഞാൻ ഇന്ന പാപം ചെയ്തു, ഞാൻ മഹാപാപിയാണ്, അല്ലെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു ദൈവ പൈതലാണെങ്കിൽ പോലും ഞാൻ ഇന്ന തെറ്റ് ചെയ്തു, എന്നോട് ദൈവം ക്ഷമിപ്പാൻ പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് സ്വന്തം കുറവുകളെ പറയുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ആ കുറ്റങ്ങളെ ഏറ്റു പറയുമ്പോൾ തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. അത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. അപ്പയുടെ കരുണ നമുക്ക് ലഭിക്കും. അപ്പോൾ ദീർഘക്ഷമയുള്ളവനാ, മഹാദയുള്ളവനാ, വിശ്വസ്തനാണ് നമ്മുടെ കർത്താവ്. പലപ്പോഴും നമ്മൾ അവിശ്വസ്തരായിരിക്കുമ്പോഴും നമ്മുടെ കർത്താവ് വിശ്വസ്തനായിട്ടാണ് നമ്മളോട് പെരുമാറിയിട്ടുള്ളത്. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ കുറ്റമറ്റ മനസാക്ഷിയോടെ, അതായത് ദേഹം, ദേഹി, ആത്മാവ് പൂർണ്ണമായും ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ അതെ സമ്പൂർണ്ണമായി സമർപ്പിച്ചിട്ടാണ് നിങ്ങൾ ഇന്ന് ഈ പാട്ട് പാടുന്നതും മെസ്സേജ് കേൾക്കുന്നതെങ്കിലും പ്രാർത്ഥിക്കുന്നെങ്കിലും ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഭവനത്തിനകത്ത്, നിങ്ങളുടെ തലമുറയ്ക്കകത്ത്, നിങ്ങളുടെ കുടുംബ ജീവിതത്തിനകത്ത്, നിങ്ങളുടെ സകല മേഖലകൾക്കകത്തും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാകുമെന്ന് അഗ്നി ജ്വാലയ്ക്കത്ത കണ്ണുള്ള ദൈവത്തിൻ്റെ മുന്നിൽ കുറ്റമറ്റ മനസാക്ഷിയോടെ ഞാൻ നിങ്ങളോട് എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഒരിക്കൽ ഞാൻ ഇത് പറയാൻ കാര്യം, നമ്മൾ ഒരു മലർന്നു കിടക്കുന്ന കുഞ്ഞിനെ 2 അടി കൊടുത്താൽ അവൻ ഇച്ചിരൂടെ കഴിയുമ്പം അമ്മേ എന്ന് വിളിച്ച് ചിരിക്കാൻ ഇടയാകും. അവനകത്തൊരു ആ നേരത്തെ അവനെ അടിച്ചതൊന്നും അവന് ഓർമ്മയില്ല. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ മനസ്സെന്നാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുവാൻ. ഞാനിത് പറയാതെ ദിവസവും നിങ്ങളോട് കൂടെ ചേർന്ന് പാടുകയും മെസ്സേജ് അയക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴും ചിലപ്പം എനിക്കും നിങ്ങൾക്കും വിടുതലില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് വെറുതെ അല്ലേ കണ്ടക്ഷോഭം ചെയ്തിട്ട് ഒരു പ്രയോജനവുമില്ല. ഇന്ന് പകൽക്കാലം നമുക്കൊരു തീരുമാനമെടുക്കാം. ഞാൻ ഒരിക്കലേ ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ആ ക്ഷമിച്ചിട്ട് ഞാൻ മെസ്സേജ് തരികയാണെങ്കിൽ, ക്ഷമിച്ചിട്ട് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഇന്നൊരു അത്ഭുത പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയാകും. ഹല്ലേലൂയ. എൻ്റെ അന്തർഭാഗത്തിലെ സത്യം അറിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഞാൻ നന്നായി വിശ്വസിക്കുന്നു ദൈവ പൈതലേ. ഹല്ലേലൂയ. ഒരിക്കൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ഒരിക്കൽ ശരിക്കും പറഞ്ഞാൽ ഒരു ശുശ്രൂഷക ഞങ്ങൾ തമ്മിൽ ഇച്ചിരി സംസാരം നടക്കുവാനിടയായി. കുറേ കാലത്തിന് മുമ്പാണ് കേട്ടോ. അപ്പം ആ സംസാരം നടന്നു. ഞാനൊരു എക്സാമ്പിൾ പറയുക നിങ്ങളോട്. അപ്പം അങ്ങനെ സംസാരിക്കുവാനിടയായപ്പോൾ ആ സഹോദരി എന്നോട് കുറച്ച് പ്രകോപിച്ച് സംസാരിച്ചു.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ പ്രകോപിച്ച് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയും വരുന്നുണ്ട്. എന്നാലും ഒരു കർത്താവിൻ്റെ ദാസി എന്ന നിലയ്ക്ക് മാതൃകയായിട്ട് ഹല്ലേലൂയ എന്നോട് സംസാരിക്കാം. തിരിച്ച് ഞാനും പ്രകോപിക്കുവാൻ ഇടയായെങ്കിൽ നിശ്ചയമായിട്ടും ഞാനും അവരും തമ്മിൽ ഒരുപോലെ ഉള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. എന്നാലും ഞാൻ സംയമനം പാലിച്ചു. ജഡം പൊങ്ങാതിരിക്കത്തില്ല, ജഡം പൊങ്ങും. എന്നാൽ ദൈവത്തോട് ഞാൻ ആമേൻ ശക്തിപ്പെട്ട് ദൈവത്തിൽ ശരണം പ്രാപിച്ച് ഞാനും അവർക്ക് തിരിച്ചു മറുപടി കൊടുത്തു. എന്നോട് നന്നായിട്ട് പ്രകോപിച്ചപ്പോൾ ഹല്ലേലൂയ ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവത്തിൻ്റെ എൻ്റെ അപ്പൻ്റെ മോളല്ലേ സിസ്റ്ററെ നിങ്ങൾ എൻ്റെ സ്വന്തം സഹോദരിയല്ലേ, എൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവമല്ലേ നിങ്ങൾ. ഹല്ലേലൂയ, ഞാൻ എൻ്റെ അപ്പൻ്റെ മോളായിട്ടാണ് നിങ്ങളെ കാണുന്നത്, ഞാൻ നിങ്ങളെ അന്യതായിട്ട് കാണുന്നില്ല എന്ന് ഞാൻ ഷെയർ ചെയ്യാൻ ഇടയായി. പക്ഷെങ്കിൽ ഫോൺ വെച്ചു. ഞാൻ പ്രകോപനം നടന്നതിന് ശേഷം ഫോൺ വെച്ചതിന് ശേഷം ഹല്ലേലൂയ പുള്ളിക്കാരിയെ എന്തൊക്കെയോ ചിന്തിപ്പിച്ചു കാണാം. ഒരിക്കൽ നടന്ന സംഭവമാണ്, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. അപ്പോൾ അങ്ങനെ പ്രകോപിച്ച് വെച്ച് കഴിഞ്ഞ് നല്ലൊരു ശുശ്രൂഷ തലത്തിൽ നിൽക്കുന്ന ഒരു ശുശ്രൂഷകയാണ്. അപ്പം പുള്ളിക്കാരിക്ക് തന്നെ എന്തോ കുറ്റബോധം തോന്നിക്കാണും. അപ്പോൾ പുള്ളിക്കാരി അടുത്ത ക്ഷണത്തിൽ ഒരു 10-25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സോറി പറഞ്ഞ് ദൈവനാമത്തിൽ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ ഇച്ചിരി പ്രകോപിച്ചു പോയി എന്ന് എന്നോട് പറഞ്ഞു. അപ്പം സ്തോത്രം, ഹല്ലേലൂയ. ഞാനത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാനത് എടുക്കുവാനിടയായി. ഞാൻ പറയുന്നത്, നമ്മൾ ക്ഷമിക്കുവാണെങ്കിൽ യഥാർത്ഥത്തിൽ എങ്ങനെ ക്ഷമിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരുക. അങ്ങനെ ഒരു ക്ഷമാപണത്തോടാണ് ഇന്ന് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ ഭവനത്തിനകത്തൊരു വിടുതലുണ്ടാകും. അപ്പോൾ തന്നെ ഞാൻ ആ മെസ്സേജ് കേട്ടിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവേ, എന്തോ ഒരു സ്നേഹത്തോടെ എന്നോട് ദൈവനാമത്തിൽ ക്ഷമ ചോദിച്ചല്ലോ. അപ്പം ഞാനും അതുപോലെ ബാധ്യസ്ഥയാണല്ലോ. ഞാൻ എന്തോ ചെയ്യുന്നു അറിയാമോ, ഞാൻ അവരോട് തിരിച്ച്, കർത്താവിൻ്റെ ദാസി സിസ്റ്ററെ, നിങ്ങൾ വിഷമിക്കേണ്ട, ഹല്യ, ദൈവം നിങ്ങളെ സ്വർഗത്തിലെ ഭൂമിയിലെ നന്മകൾ കൊണ്ട് അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ ശുശ്രൂഷയെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ സകല മേഖലകളിലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു ഒരു മെസ്സേജ് അയച്ചു. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കാരണം നമ്മൾ അവരുമായിട്ടൊരു വേദന ഉണ്ടായാൽ എൻ്റെ ദൈവസന്നിധിയിൽ എനിക്ക് പ്രാർത്ഥിക്കുവാനും നാളെ നിങ്ങളോടൊരു മെസ്സേജ് പറയാൻ എനിക്ക് കഴിയുമോ? ഒരിക്കലുമില്ല. കർത്താവ് കണ്ടുകൊണ്ടിരിക്കുക. ഇതെന്തിനാണ് ഇത് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആരോടെങ്കിലും ഒരു കയ്പുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറയണം, കർത്താവേ, എൻ്റെ കുറവുകളെ ക്ഷമിക്കണമേ, എനിക്ക് എല്ലാവരെയും സ്നേഹിക്കാനുള്ളൊരു ദൈവകൃപ തരണമേ. ആ സഹോദരി ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ അത് ഏറ്റെടുത്തു. ഞാൻ അങ്ങനെ ക്ഷമാപണം പറഞ്ഞു. പക്ഷെ പിന്നെ ആ ക്ഷമാപണം ഞാനും തിരിച്ച് ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരെൻ്റെ മെസ്സേജ് എടുത്തില്ല. അപ്പോഴെനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവത്തിൻ്റെ മക്കളെ, അവർ യഥാർത്ഥത്തിൽ ഒരു ഷോ കാണിച്ചതാണ്. ഞാൻ പറഞ്ഞാൽ, നമ്മുടെ അധരം കൊണ്ട് നമ്മൾ സ്തുതിക്കുന്നു, ഹൃദയത്തിൽ നിന്ന് അകന്നിരിക്കുന്നു എന്ന് അതേ വചനം പറയുന്നത് പോലെ ചുമ്മാതെ അവരുടെ ശുശ്രൂഷയ്ക്ക് ഞാനിനി വല്ല ഭംഗം വരുത്തുമോ വേറെ ആരോടെങ്കിലും പറഞ്ഞോ? നോ. ഞാൻ എൻ്റെ അപ്പൻ്റെ വയലിൽ ജോലി ചെയ്യുന്ന ആ കർത്താവിൻ്റെ ദാസിക്കെതിരായി ഞാൻ സംസാരിച്ചാൽ എൻ്റെ അപ്പന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു കർത്താവിൻ്റെ ദാസിയല്ലേ, എന്നോടൊരു ചില പ്രശ്നം ഉണ്ടാകാം, സാരമില്ല. എങ്കിലും പൗലോസ് പറയുന്ന പോലെ അവരും കർത്താവിൻ്റെ വേലയല്ലേ ചെയ്യുന്നത്, എൻ്റെ അപ്പൻ്റെ വയലിലല്ലേ. അതുകൊണ്ട് ക്ഷമിക്കാനും സഹിക്കാനും എനിക്കൊരു പക്വത എൻ്റെ കർത്താവ് തന്നിട്ടുണ്ട്. എൻ്റെ മെസ്സേജ് ആ കർത്താവിൻ്റെ ദാസി എടുത്തില്ല. എന്തുകൊണ്ടാണ് എടുക്കാഞ്ഞത്? അപ്പോൾ അവർ ചുമ്മാതെ ആരെങ്കിലും കേട്ടാൽ, അല്ലെ ഞാൻ ആരോടെങ്കിലും പറഞ്ഞു പോയെങ്കിൽ എന്തായി തീരും എന്നുള്ള വേദന കൊണ്ടല്ലേ. തീർച്ചയായിട്ടും അവർ അങ്ങനെ ആ ഒരു വിഷമം കൊണ്ടാണ് എനിക്ക് മെസ്സേജ് ഇട്ടത്. നിശ്ചയമായിട്ടും സ്തോത്രം, ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. പക്ഷേ അവർ ആ മെസ്സേജ് എടുത്തില്ല. അതുകൊണ്ട് സ്തോത്രം, അവർ വിചാരിക്കുക എൻ്റെ കയ്യിൽ കുഴപ്പമുണ്ട്, ഞാൻ അവരോട് സോറി പറഞ്ഞില്ല. പക്ഷേ അവർ മെസ്സേജ് എടുക്കാത്തിടത്തോളം കാലം ഞാൻ ഇതിന് ഉത്തരവാദിയല്ല. നിങ്ങൾ ആരെങ്കിലും ഇന്ന് പകൽക്കാലം നിങ്ങൾ തിരിച്ച് സോറി പറഞ്ഞിട്ടും അവർ തിരസ്കരിച്ചെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം നിങ്ങൾ സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ യേശുവിൻ്റെ നാമത്തിൽ ആ കർത്താവിൻ്റെ ശുദ്ധ മനസാക്ഷി, ആ നിഷ്കളങ്കത, ആ വിശുദ്ധി നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ, നിങ്ങൾ ക്ഷമാപണം നടത്തിയിട്ടും അവർ മനസ്സിലാക്കിയില്ലെങ്കിലും നിങ്ങളുടെ മനസാക്ഷി കോടതിയിൽ നിങ്ങൾ കുറ്റമറ്റ മനസാക്ഷിയാണോ? അതായത് സ്വയത്തോടും മനുഷ്യരോടും ദൈവത്തോടും കുറ്റമറ്റ മനസാക്ഷിയുള്ള ഒരു ദൈവ പൈതലാണോ നീ? ഇന്ന് പകൽക്കാലം നിന്റെ ചില കടുങ്കെട്ടുകൾ അഴിഞ്ഞു മാറുവാൻ ഇടയാകും. നീ ചില ചുഴലി പോലെ, ചുഴലിക്കകത്ത് കിടന്നുപോലെ കറങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണോ? ഇന്ന് പകൽക്കാലം ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. അതേ സ്തോത്രം. ഈ മുറിവിനകത്ത് പസെല്ലാം വെച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ കരിയത്തില്ല ദൈവ പൈതലെ. മുറിവിനകത്തെ പസെല്ലാം എടുത്തു കളഞ്ഞ് അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അത് മുറിവ് കെട്ടിയിട്ട് വേണം ആ
ആ പസെല്ലാം എടുത്തു കളഞ്ഞ് ക്ലിയർ ചെയ്തിട്ട് മെഡിസിൻ വെച്ചാൽ പെട്ടെന്ന് കരിയും, അല്ലെങ്കിൽ വീണ്ടും ഒന്ന് പുറം വങ്ങത്തേ ഉള്ളൂ, അകം കരിയത്തില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അതേ മർമ്മം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ കുറ്റമറ്റ മനസാക്ഷിയോടായിരിക്കണം മറ്റുള്ളവരോട് സഹകരിക്കുന്നത്, സംസാരിക്കുന്നത്. ഒരു വിശ്വാസിയോടാണെങ്കിലും ഒരു കർത്തൃവേലക്കാരോടാണെങ്കിലും ഹല്ലേലൂയ നമ്മൾ ബഹുമാനത്തോട് വേണം സംസാരിക്കാൻ. ചിലപ്പം നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും വന്നു പോയി കാണും, പക്ഷേ അവരെ എന്താണ് ചേർത്ത് പിടിച്ചിട്ട് പറയണം, കർത്താവിൻ്റെ ദാസി അല്ലെങ്കിൽ സഹോദരി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാസനെ അല്ലെ സിസ്റ്ററെ, ഞങ്ങൾ എന്തെങ്കിലും ഒരു കുറവ് വന്നുപോയി ക്ഷമിക്കണമേ എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഒട്ടും കുറഞ്ഞു പോകുന്നില്ല. ആമേൻ. അത് പക്ഷേ അതരം കൊണ്ട് പറഞ്ഞ് അതേ സ്തോത്രം അഭിനയിക്കരുത്. അകത്തുനിന്നും ദൈവനാമത്തിൽ ചോദിക്കണം. ഞാൻ ചോദിക്കട്ടെ, ആരെ കേൾപ്പിക്കാനായി ക്ഷമ ചോദിക്കുന്നത്? ദൈവത്തോടല്ലേ ക്ഷമ ചോദിക്കുന്നത്? മനുഷ്യരോടും ദൈവത്തോടും സ്വയത്തോടും കുറ്റമറ്റ മനസാക്ഷിയോട് വേണം ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ. ഞാൻ പറയട്ടെ, അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് വിടുതൽ ലഭിക്കാത്തത്. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിക്കാത്തതിൻ്റെ കാരണം നമ്മൾ ആരോടെങ്കിലും നമ്മുടെ അകത്ത് കയ്പുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടുവാൻ ഇടയാല്ല. ഇന്ന് എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടത് കൊണ്ടാണ് ഞാനിത് നിങ്ങളോട് ഷെയർ. ആർക്കെങ്കിലും മുറിവുണ്ടെങ്കിൽ ഇന്ന് അകത്തൊരു ഇന്നർ ഹീലിംഗ് നടത്താൻ തയ്യാറായിക്കോ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അത് ബ്രേക്ക് ത്രൂ ആയിരിക്കും. നിങ്ങൾ ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നോ ആ കടുങ്കെട്ട് അഴിയും. നിങ്ങൾ ഭൂമിയിലെ കെട്ട് അഴിക്കാമെങ്കിൽ സ്വർഗത്തിലെ കെട്ട് അഴിയും. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കും. അതുകൊണ്ട് നമുക്ക് ആ കുറ്റമറ്റ മനസാക്ഷിയോടെ നമ്മൾ എല്ലാവരോടും ക്ഷമിച്ച്, എൻ്റെ ജീവിതത്തിൽ എനിക്കിപ്പോൾ ആരോടും ഒരു വേദനയില്ല, എൻ്റെ ഉപബോധ മനസ്സിലെങ്കിലും എന്തെങ്കിലും ഒരു വേദന, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ ദൈവത്തോട് നിരന്തരം കരയുന്ന ഒരാളാണ്. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു കയ്പോ വേദനയോ ഉണ്ടെങ്കിൽ ദയവായി ദൈവനാമത്തിൽ നിങ്ങൾ ദൈവത്തോട് ക്ഷമ ചോദിക്കുമ്പോൾ, മനുഷ്യനോട് ക്ഷമ ചോദിക്കുമ്പോൾ അതൊരു കുറവല്ല. നമ്മൾ എത്രത്തോളം നമ്മളെ താഴ്ത്തുന്നോ അത്രത്തോളം ദൈവം നമ്മളെ ഉയർത്തുവാനിടയാകും. ഇന്ന് പകൽക്കാലം ആ ദൈവത്തെ, വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ നമുക്ക് ഇന്ന് പകൽക്കാലം ആരാധിക്കാം. ആ കർത്താവിനെ നമുക്ക് പാടി മഹത്വപ്പെടുത്താം. നമ്മൾ പാടുമ്പോൾ തന്നെ നമ്മുടെ ഭവനത്തിനകത്ത് ചില അടഞ്ഞുകിടന്ന മണ്ഡലങ്ങൾ തുറക്കപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ചില കടുങ്കട്ടുകൾ ഇന്ന് പകൽക്കാലം അഴിയാൻ പോവുകയാണ്. ഒരിക്കലും എഴുന്നേൽക്കത്തില്ലെന്ന് പറഞ്ഞ, അതെ ഒരിക്കലും ഒരു നന്മ കാണത്തില്ലെന്ന് പറഞ്ഞ വിഷയത്തിൻ്റെ മേൽ ഇന്ന് പകൽക്കാലം ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവാം. അതുപോലെ ഇന്ന് ഞാൻ പകൽക്കാലം ഒരു വെളിപ്പാട് കാണുവാൻ ഇടയായി. ഹല്ലേലൂയ. ചെതുക്കിച്ച് പിടിച്ച അതേ സ്തോത്രം ഒരു വൃക്ഷത്തിൻ്റെ അതേ ഇലകളെല്ലാം അതേ കരിയില ദ്രവിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാം. അതുപോലെ ദ്രവിച്ചിരിക്കുന്ന ഒരില, ആ ഇല പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ വിശ്വസ്തയോട് കണ്ണുനീരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ദ്രവിച്ചു പോകുന്ന പൊടിഞ്ഞു പോകുന്ന ആ ഇല പെട്ടെന്ന് അതിന് ജീവൻ വെച്ച് ആ ഇലയുടെ സ്തോത്രം തണ്ടുകൾ വെച്ച് അതിന് ആ ലീഫ് വളരെ നല്ല ഉണർന്ന് നല്ല ശക്തമായിട്ട് ആ ഇല നല്ല പച്ചപ്പ് കാണാൻ എനിക്കിടയായി. ഇന്ന് പകൽക്കാലം എനിക്ക് മനസ്സിലായി എൻ്റെ ദൈവസന്നിധിയിൽ എനിക്കൊരു വിടുതലിന് സമയമായി എന്ന്. ചില മേഖലകളിൽ സ്തോത്രം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുമ്പോഴും ഞാൻ നിങ്ങളുടെ മുന്നിൽ പാടുമ്പോഴും എനിക്കൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഒരു വിരൽ നിങ്ങളെ ചൂണ്ടുമ്പോൾ ഈ 4 വിരലും എൻ്റെ മേലാണ് ചൂണ്ടുന്നത്. അതുകൊണ്ട് സ്തോത്രം നിങ്ങളെ കുറ്റം പറയുവാണെങ്കിൽ ആ ബാക്കിയുള്ളത് ഇങ്ങോട്ടാണ് അത് അടിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം അത് ഉവ്വ് എന്നും ഇല്ല എന്നും ആണെങ്കിൽ ദൈവപ്രവൃത്തി നിങ്ങൾക്കും ഞങ്ങൾക്കും ഉണ്ടാകുവാനിടയാകും. ഞാൻ ഇന്ന് അതേ സ്തോത്രം പാട്ട് പാടുന്നതിന് മുമ്പ് ചില അത്യാവശ്യ കാര്യങ്ങൾ നിങ്ങളോട് പറയണം. നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കാതെ ദൈവസന്നിധിയിൽ ഇരിക്കരുത്. വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്തിട്ട് വേണം ആലയത്തിൽ കയറാൻ, അല്ലെങ്കിൽ ചില ശബ്ദങ്ങൾ കേൾക്കാൻ ഇടയാകും. ഇന്ന് പകൽക്കാലം കുറ്റമറ്റ മനസാക്ഷിയോട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആ വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയോടെ നമുക്ക് പാടി ആരാധിക്കാം. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ ആ ദിവ്യമായ ആ അനുഗ്രഹം നമുക്ക് ഏൽക്കുവാൻ കർത്താവ് നമ്മുടെ സങ്കേതമാണ്, ബലമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ കർത്താവിനോട് കൂടെ ഇരുന്ന് ആ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും നമുക്ക് ആരാധിച്ച് പാട്ട് പാടാം. ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം നാം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം നാം. പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ?
പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. ആപത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതവും ബലവും ദൈവമൊരുവനത്രേ. ആപത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതവും ബലവും ദൈവമൊരുവനത്രേ. ആകയാൽ പാരിടം ആകെയിളകിലും നാം ഇനി ഭയപ്പെടുകയില്ല. ആകയാൽ പാരിടം ആകെയിളകിലും നാം ഇനി ഭയപ്പെടുകയില്ല. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. അവനീ തലത്തിൽ അപമാനം നമുക്കവകാശമെന്നോർത്തിടണം. അവനീ തലത്തിൽ അപമാനം നമുക്കവകാശമെന്നോർത്തിടണം. അവനായി കഷ്ടത ഏൽക്കുകിൽ തേജസ്സിൽ അനന്തയുഗം വാണിടുന്ന. അവനായി കഷ്ടത ഏൽക്കുകിൽ തേജസ്സിൽ അനന്തയുഗം വാണിടുന്ന. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. നിര നിര നിരയായി അണിനിരന്നിടുവിൻ കുരിശിൻ പടയാളികളെ. നിര നിര നിരയായി അണിനിരന്നിടുവിൻ കുരിശിൻ പടയാളികളെ. ജയ 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 കാഹളമൂതിടുവിൻ, ജയവീരനാം യേശുവിന്. ജയ 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 കാഹളമൂതിടുവിൻ, ജയവീരനാം യേശുവിന്. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് ഞാൻ വചനം ഷെയർ ചെയ്തത് നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് നമ്മൾ ചിന്തിച്ചു. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പഠിച്ചു. ഹല്ലേലൂയ. ദൈവാലയം നശിപ്പിക്കുന്നത്, അപ്പോൾ തന്നെ ഹല്ലേലൂയ ഒലിവുമല സംഭാഷണം, ഈറ്റനോവ്, ഹല്ലേലൂയ വലിയ കഷ്ടം, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തു. അത് കണ്ടിന്യൂ കേട്ടവർക്ക്
നന്നായി മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ദിവസമുള്ളത് യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ട്. നിങ്ങളത് ഒന്നുകൂടെ ഒന്നാമത് മുതൽ ഇപ്പോൾ നമ്മൾ പഠിച്ചിടം വരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കുവാൻ കഴിയുകയും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ കഴിയുമ്പോൾ സ്തോത്രം, അനേകർ കർത്താവ് ഹല്ലേലൂയ പറഞ്ഞ ഒലിവുമല സംഭാഷണം, അല്ലെ കർത്താവ് അന്ത്യനാളിനെക്കുറിച്ച് പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കുവാനും മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുമ്പോഴും കർത്താവിൻ്റെ വേലയോടുകൂടി നിങ്ങളും പങ്കുചേരുവാണെന്നുള്ളത് നിശ്ചയമായ കാര്യമാണ്. അതുകൊണ്ട് അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രതിഫലം ദൈവം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. വീട്ടിന്മേൽ ഇരിക്കുന്നവൻ വീട്ടിലുള്ളത് എടുക്കേണ്ടതിന് ഇറങ്ങരുത്. വയലിലുള്ളവൻ വസ്ത്രം എടുപ്പാൻ മടങ്ങിപ്പോകരുത്. ആ കാലത്ത് ഗർഭിണികൾക്കും മുലകുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബത്തിലോ സംഭവിപ്പാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ. ലോക ആരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. ഹല്ലേലൂയ, സ്തോത്രം. നാളിതുവരെ ഭൂമുഖത്ത് ജീവിച്ചിരുന്നവരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ ഒരു മനുഷ്യൻ ഇവിടെ പ്രവർത്തന നിരതനാകുന്ന ഒരു ദിവസം അടുത്തു വരികയാണ്. ദൈവത്തിൻ്റെയും അവിടുത്തെ പദ്ധതികളുടെയും നിലനിൽപ്പിൻ്റെ നേർക്ക് ഒരു ചെറുത്ത് നിൽപ്പ് നടത്തി ആ കള്ളക്രിസ്തു അല്ലെങ്കിൽ എതിർ ക്രിസ്തു അതിനൊക്കെ പരിസമാപ്തി വരുത്തുകയും ചെയ്യും. കർത്താവായ യേശുക്രിസ്തു തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നടപ്പിലാക്കിയതുപോലെ സാത്താൻ്റെ പ്രതിനിധിയായിരിക്കുന്ന എതിർ ക്രിസ്തു സാത്താൻ്റെ പദ്ധതികൾ പരിപൂർണമായി നടപ്പിൽ വരുത്തുന്നതിൽ ബദ്ധശ്രദ്ധനായിരിക്കും. മുൻകാലങ്ങളിൽ ക്രൂരഭാവം കൈക്കൊണ്ട് പലരെ പറ്റിയും നാം ചരിത്ര പാഠങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഹിറ്റ്ലറെ പോലെ എതിർ ക്രിസ്തു യഹൂദരെ വെറുക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യും. നെബുക്കദ്നേസറിനെ പോലെ കള്ളക്രിസ്തു ലോകത്തെ ഭരിക്കും. എന്നാൽ ഇവരെക്കാളും അധികം എതിർ ക്രിസ്തുവുമായി താരതമ്യം ചെയ്യാവുന്ന അതിനിഷ്ഠൂരരായ 2 പേര് കൂടി ചരിത്രത്തിലുണ്ട്. അന്ത്യോക്കസ് എപ്പിഫാനസ്, മഹാനായ അലക്സാണ്ടർ എന്നിവരാണത്. എതിർ ക്രിസ്തുവിൻ്റെ പൈശാചിക പ്രവർത്തനങ്ങളുടെ ആൾരൂപമായിരുന്നു അന്ത്യോക്കസ് എപ്പിഫാനസ്. അലക്സാണ്ടർ ആകട്ടെ സൈനിക തന്ത്രങ്ങളിലും ഭരണ നൈപുണ്യത്തിലുമാണ് എതിർ ക്രിസ്തുവിനോട് യോജിച്ചു നിൽക്കുന്നത്. ദാനിയേൽ തൻ്റെ പ്രവചനത്തിൽ ഈ 2 വ്യക്തികൾക്കും അമിത പ്രാധാന്യമാണ് നൽകിയിരുന്നത്. ഈ 2 പേരും ഒത്തുചേർന്നാൽ ഉണ്ടാകാവുന്ന ദുഷ്ടതയ്ക്കും കുബുദ്ധിക്കും മേലെ ആയിരിക്കും എതിർ ക്രിസ്തുവിൻ്റെ സ്ഥാനം. ഒന്നാമതായിട്ട് അയാൾ അല്ലെങ്കിൽ എതിർ ക്രിസ്തു ലോകം ഇതുവരെയും കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തനായ ബുദ്ധിജീവിയായിരിക്കും. എന്നാൽ അതൊരിക്കലും ഒരു നല്ല അർത്ഥത്തിലായിരിക്കുകയില്ല. ദാനിയേൽ 7:8 കാണുന്ന പ്രകാരം വളരെ ബുദ്ധിമാനും മാനുഷിക കണ്ണുകൾ പോലെ കാഴ്ചയുള്ള വ്യക്തിയുമായിരിക്കും. രണ്ടാമതായിട്ട് ആൻറ്റിക്രൈസ്റ്റ് അതിശക്തനായ ഒരു വാഗ്മിയായിരിക്കും. അവന് വമ്പ് അല്ലെങ്കിൽ പൊങ്ങച്ചം പറയുന്ന വായാണുള്ളത്. ആരെയും വശീകരിക്കുന്ന വ്യക്തിത്വത്തിന് ഉടമയായിരിക്കും. അതായത് ഊർജ്ജസ്വലതയും വ്യക്തിത്വവുമുള്ള ആളാണ് ആൻറ്റിക്രൈസ്റ്റ്. ആൻറ്റിക്രൈസ്റ്റ് ഒരു സൈനിക ബുദ്ധി കേന്ദ്രം ആയിരിക്കും. ദാനിയേൽ 7:23 പറയുന്നുണ്ട്. മൂന്നാമതായി എതിർ ക്രിസ്തു സർവ്വഭൂമിയെ തിന്ന് ചവിട്ടി തകർത്ത് കളയും. ഇസ്രായേലുമായി ചേർന്ന് തയ്യാറാക്കിയ കരാർ ഉടമ്പടി ലംഘിച്ചതിന് ശേഷം സാത്താൻ അവരെ പീഡിപ്പിക്കുന്നതാണ്. അന്ത്യോക്കസ് ചെയ്തതിനേക്കാളും അധികം ക്രൂരതകൾ നടപ്പിലാക്കുവാനും ഈ ആൻറ്റിക്രൈസ്റ്റ് ശ്രമിക്കും. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 22 വരെയുള്ള ഭാഗങ്ങളിൽ യേശു പറയുന്നത് അന്ത്യകാലത്ത് എതിർ ക്രിസ്തുവിൻ്റെ ക്രോധത്തിന് ഇരയാവുന്നത് യഹൂദന്മാർ മാത്രമാണെന്നാണ്. അതിനാൽ ശൂന്യമാക്കുന്ന മ്ലേച്ഛത ദൈവാലയത്തിൽ കാണുമ്പോൾ തന്നെ അവർ പലായനം ചെയ്യണമെന്നാണ് കർത്താവ് അവർക്ക് നൽകുന്ന നിർദ്ദേശം. തുടർന്നുള്ള പീഡനമുറകൾ ജൂത സമൂഹത്തിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതിനാൽ തങ്ങളുടെ അവശ്യ വസ്തുക്കൾ പോലും എടുക്കുവാൻ തുനിയാതെ ഓടിപ്പോകണമെന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. അതായത് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുക,
സമയം വളരെ പരിമിതമാണ്. ജൂതജനങ്ങളാണ് ഏറ്റവും കൂടുതലായി എതിർ ക്രിസ്തുവിൻ്റെ ക്രോധത്തിന് ഇരയാകുന്നത്. ആ കാലം ഗർഭിണികൾക്കും ശിശുക്കളെ പരിപാലിക്കുന്ന അമ്മമാർക്കും ദുരന്തങ്ങൾ വരുത്തും. കാരണം ഈ അവസ്ഥയിൽ അവർക്ക് അതിദൂരം അതിവേഗം ഓടി രക്ഷപ്പെടുന്നതിന് പ്രയാസങ്ങൾ നേരിടുന്നതാണ്. പ്രത്യേകിച്ച് അത് മഞ്ഞുകാലത്തിലോ ശബത്തിലോ ആകുന്നുവെങ്കിൽ കഷ്ടത അധികരിക്കുകയും ചെയ്യും. ഈ രണ്ട് സന്ദർഭങ്ങളും ജൂതരുടെ കൂട്ടപാലായനത്തിന് ആക്കം കുറയ്ക്കുകയും ചെയ്യും. മഞ്ഞുകാലം ഇസ്രായേലിൽ മഴക്കാലവുമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ശബത്ത് എന്നത് വാഹന ഗതാഗതമടക്കമുള്ള സേവനങ്ങൾക്ക് നിയന്ത്രണമുള്ള ദിവസമാണ്. അതിനാൽ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വെളിപ്പെടുന്നത് മഞ്ഞുകാലത്തോ ശനിയാഴ്ചയോ ആണെങ്കിൽ അത് യഹൂദ സമൂഹത്തിൻ്റെ ഓടിപ്പോക്കലിന് തടസ്സമുണ്ടാക്കുന്നതാണ്. എന്നാൽ സാഹചര്യങ്ങളും വ്യവസ്ഥിതികളും പരിഗണിക്കാതെ തന്നെ എതിർ ക്രിസ്തു അവരെ നിർമൂലമാക്കുന്നതിന് നടത്തുന്ന ക്രൂരതകളെ അതിജീവിക്കുന്നതിനുള്ള സകല ശ്രമങ്ങളും അവർ നടത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതാണ് യേശു ഇവിടെ സൂചിപ്പിക്കുന്നത്. 21-ാം വാക്യം നമ്മൾ ശ്രദ്ധിക്കുക. ലോക ആരംഭം മുതൽ ഇന്ന് വരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനി മേലാൽ സംഭവിക്കാത്തതും ആയ വലിയ കഷ്ടം അന്നുണ്ടാകും. ഈ പ്രസ്താവന ഭീതി ഉണർത്തുന്നതാണ്. കാരണം യഹൂദർ കഴിഞ്ഞ നൂറ്റാണ്ടിൽ അനുഭവിച്ച യാതനകൾ അത്രയ്ക്ക് ഭയാനകമായിരുന്നുവല്ലോ. പലപ്പോഴും പീഡിപ്പിക്കപ്പെട്ടത് അവർ യഹൂദരാണ് എന്ന ഒറ്റ കാരണത്താലാണ്. അതിലേറ്റവും രൂക്ഷവും ഭീകരവും ഹിറ്റ്ലർ നടത്തിയ കൂട്ട നരഹത്യയാണ്. എന്നാൽ ചരിത്രത്തിലധികം പിടിക്കാത്ത ധാരാളം പീഡനങ്ങൾക്ക് അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരയാകേണ്ടി വന്നിട്ടുണ്ട്. മഹോപദ്രവത്തിൻ്റെ 2ാം ഘട്ടത്തിലെ 3.5 വർഷം സൂചിപ്പിക്കുവാനാണ് ഈ പ്രയോഗം നടത്തിയത്. 7 വർഷത്തെ പീഡനവും കഠിനമാണെങ്കിലും വെളിപ്പാട് പുസ്തകം 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ എന്തുകൊണ്ട് ഇതിനെ വലിയ കഷ്ടമെന്ന് വിളിക്കുന്നതിനെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള അത്യാപത്കരമായ സംഭവങ്ങൾ ഈ ഭൂമിയിൽ തന്നെയാണ് നടക്കുന്നത്. അവരോടൊപ്പം അരങ്ങേറുന്ന പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നത് യഹൂദ സമൂഹമാണ്. ഇങ്ങനെയാണ് യാക്കോബിൻ്റെ കഷ്ടകാലം എന്ന് വിളിക്കുന്നത്. യിരെമ്യാവ് 30:7 അത് നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഈ സ്ഥിതി അധിക നാളുകൾ നീണ്ടു നിൽക്കുവാൻ കർത്താവ് അനുവദിക്കുകയില്ല. അത് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ആശ്വാസത്തിനായി നിയന്ത്രിക്കപ്പെടും. തൻ്റെ നിന്ദ്യവും നീചവുമായ കാര്യപരിപാടികൾ നടപ്പിൽ വരുത്തുവാൻ എതിർ ക്രിസ്തുവിന് 3.5 വർഷം മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോഴേക്കും കർത്താവ് മടങ്ങി വന്ന് എതിർ ക്രിസ്തു നടത്തുന്ന കൂട്ടക്കൊലയ്ക്ക് അന്ത്യം വരുത്തി കള്ളക്രിസ്തുവിനെ ശിക്ഷിക്കും. 22-ാം വാക്യത്തിൽ കാണുന്ന വൃതന്മാർ അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന പ്രയോഗം യഹൂദരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും ഇക്കാര്യം മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. അവർക്ക് വേണ്ടിയും അവരിൽ കൂടിയുമാണ് ദൈവം ഈ ലോകത്തെ അനുഗ്രഹിച്ചിട്ടുള്ളത്. ഈ ലോകത്തിന് അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള മാധ്യമങ്ങളായി അവർ അനുവർത്തിച്ചിട്ടുള്ള കാര്യങ്ങൾ വിവരിക്കുവാൻ പ്രയാസമാണ്. അവരിൽ കൂടിയാണ് ഈ ലോകത്തിനൊരു രക്ഷകനും വാഗ്ദത്തങ്ങളും ലഭിച്ചത്. ദൈവം അവരെ തെരഞ്ഞെടുത്തതിനാലാണ് അവരിൽ കൂടി യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത്, അല്ലേ? അതിനാൽ തുടർന്നും അവിടുന്ന് ഉപാധികളില്ലാതെ തൻ്റെ അളവറ്റ വാഗ്ദത്തങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഭാവി കാലത്തും തുടരുന്നതാണ്. പഴയ നിയമ ഗ്രന്ഥങ്ങളിലെ വാഗ്ദത്ത ഭൂമിയും സർവ്വവിധ അവകാശങ്ങളും അവർക്ക് തന്നെ ലഭിക്കുന്നതാണ്. എന്നാൽ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് ധാരാളം ആശങ്കയുണ്ടാകാറുണ്ട്. എന്തിനാണ് ഈ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുവാൻ ദൈവം അനുവദിക്കുന്നത്? എന്തിനാണ് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഇപ്രകാരം പൈശാചിക അതിക്രമങ്ങൾക്കൊക്കെ ഇരയാകുന്നത്? എന്നാൽ ഇവയിൽ കൂടി തന്നെയാണ് അവർക്ക് അന്തിമ രക്ഷ ലഭിക്കുന്നത്. അവരുടെ പ്രവാചകന്മാർ തന്നെ അവരെ അഹങ്കാരികളും ദുശാട്ടിക്കാരെന്നും മർക്കടമുഷ്ടിക്കാരെന്നും ഒക്കെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അവരൊരിക്കലും തങ്ങളുടെ ദുഷ്പ്രവൃത്തി ഉപേക്ഷിച്ച് പശ്ചാത്തപിക്കുന്നവരല്ല. നാളിതുവരെ അവർ യേശുവിനെ മശിഹയായിട്ട് അംഗീകരിച്ചിട്ടുമില്ല. അതിനാൽ അവർ ഇതിൻ്റെയൊക്കെ വില പൂർണ്ണമായും കൊടുത്തു തീർക്കേണ്ടി വരുന്നു. ദുരന്ത അനുഭവങ്ങൾ അവരെ സത്യത്തിലേക്ക് നടത്തും. അവസാനം അവർ യേശുക്രിസ്തുവിനെ തങ്ങളുടെ മശിഹയായി അംഗീകരിക്കുകയും ചെയ്യും. ഇന്ന് പകൽക്കാലം ഞാൻ അല്പസമയം ദീർഘിച്ചിട്ടുണ്ട് എൻ്റെ സംഭാഷണം.
എന്നാൽ ഹല്ലേലൂയ, നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 24-ാം അധ്യായവും 25-ാം അധ്യായവും വ്യക്തമായിട്ട് പഠിക്കുവാൻ, മനസ്സിലാക്കുവാനും സ്തോത്രം, അത് പ്രായോഗിക തലത്തിൽ എത്തപ്പെടുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ ലാസ്റ്റ് പറഞ്ഞല്ലോ, ദുശാഠ്യക്കാരും മർക്കടമുഷ്ടിക്കാരും ആയ ഇസ്രായേൽ മക്കളെക്കുറിച്ച് ദൈവത്തിനൊരു മനസ്സലിവ് തോന്നി. എങ്കിലും അവസാനം അവരെ കർത്താവിങ്കലേക്ക് കർത്താവ് അവരെ വിടുവിക്കും, കർത്താവ് അവരെ രക്ഷിക്കുമെന്ന് പറഞ്ഞു എങ്കിൽ ഹല്ലേലൂയ, പുതിയ നിയമ ഇസ്രായേലിയരായ നമ്മൾ കാട്ടൊലിവായ നമ്മളെ നാട്ടൊലിവാക്കി തീർത്തുവെങ്കിൽ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഉണർവ് എന്ന് പറയുന്നത് എന്താണ്? ഹല്ലേലൂയ, സ്തോത്രം. തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഞാൻ പണ്ടത്തെ പോലെ ഹല്ലേലൂയ സ്റ്റേജിൽ വന്ന് നമ്മുടെ കുറ്റങ്ങളൊന്നും പറയണമെന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത തെറ്റൊന്നും ഏറ്റുപറയണമെന്നില്ല. സ്തോത്രം, ഒന്ന് തന്നെത്താൻ ഏറ്റെടുത്ത് ഞാൻ ചെയ്ത കുറവുകളെ ഞാൻ മനസ്സിലാക്കി, ഹല്ലേലൂയ, ഞാനൊരു വ്യക്തിയോട് എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് ഏറ്റുപറഞ്ഞ് കർത്താവേ എന്നോട് ക്ഷമിക്കണമെന്ന് ഏങ്ങലടിച്ചൊന്ന് കരയുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ പാപം എത്ര കടും ചുവപ്പാണെങ്കിലും ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു കർത്താവ്, നമ്മുടെ ശുദ്ധ മനസാക്ഷിയോടെ ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ. ഞാൻ പറഞ്ഞല്ലോ, എന്നോട് ക്ഷമ ചോദിച്ചപ്പോൾ ഞാനും തിരിച്ച് ഹല്ലേലൂയ ഹൃദയംഗമായിട്ട് അവരോട് മറുപടി പറഞ്ഞു. പക്ഷെങ്കിൽ അവരത് കേട്ടില്ല എങ്കിലും സാരമില്ല, വിഷമിക്കേണ്ട. ഹല്ലേലൂയ, നമ്മൾ ദൈവസന്നിധിയിലല്ലേ വിശ്വസ്തയോട് നിൽക്കുന്നത്? നമ്മൾ ആരെ കാണിക്കാനാ? ആ സഹോദരിയെ കാണിക്കാനാണോ? മനുഷ്യരെ കാണിക്കാനാണോ? സമൂഹത്തെ കാണിക്കാനാണോ? നമ്മുടെ കുടുംബത്തെ കാണിക്കാനാണോ? തലമുറയെ കാണിക്കാനോ? നമ്മൾ ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ കുറ്റമറ്റ മനസാക്ഷിയോടെ ഞാനും നിങ്ങളുമായിരുന്നാൽ നിശ്ചയമായും നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കമുണ്ടാകത്തില്ല. ഇന്ന് പകൽക്കാലം ഒരു കുറ്റമറ്റ മനസാക്ഷിയിൽ കൂടെയാണോ ദൈവ പൈതലേ നീ സഞ്ചരിക്കുന്നത്? അതോ പാപമകത്ത് വെച്ച് ഹല്ലേലൂയ ക്ഷമിക്കാൻ കഴിയാതെ ഹല്ലേലൂയ അകത്ത് ഭാരവും പ്രയാസവും വേദനയുമായിട്ടാണോ നടക്കുന്നത്? നിശ്ചയമായും ദൈവത്തിനൊന്നും പ്രവർത്തിക്കാൻ കഴിയത്തില്ല. എങ്ങനെ ആയിക്കോട്ടെ, ആരെങ്ങനെ ആയിക്കോട്ടെ, ഹല്ലേലൂയ, പ്രത്യേകിച്ച് ശുശ്രൂഷ മേഖലകളിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ മറ്റുള്ളവർക്ക് മുന്നിൽ മാതൃകയുള്ളവരായിത്തീരാൻ എന്നെയും നിങ്ങളെയും ഓർത്ത് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ശുശ്രൂഷകരെ ഓർത്ത് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, വിശ്വാസി സമൂഹം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റ ദൈവ പൈതലേ, നീയും പാപത്തിൽ അകപ്പെടാതെ അപ്പയുടെ വരവിൽ നമ്മൾ കെടുക്കപ്പെടുവാൻ, നമ്മൾ രക്ഷിക്കപ്പെട്ടതുകൊണ്ടോ സ്നാനപ്പെട്ടതുകൊണ്ടോ അന്യഭാഷ പറഞ്ഞതുകൊണ്ടോ സ്വർഗത്തിലെത്തപ്പെടത്തില്ല. ദിനം പ്രതി രൂപാന്തരം പ്രാപിക്കണം. ഇന്ന് പകൽക്കാലം ഞാൻ ഇത്രയുമൊക്കെ നിങ്ങളോട് സംസാരിച്ചു. എന്നെ തന്നെ ഞാൻ വചന നിമിത്തം കുറ്റം ചുമത്തുവാൻ ഇടവരുത്താതെ, എന്നെ തന്നെ ഞാൻ ഹല്ലേലൂയ അധപ്പതനത്തിലേക്ക് എത്തിക്കാതെ, ഹല്ലേലൂയ എൻ്റെ മനസാക്ഷിക്കൊത്തവണ്ണം ദൈവത്തോടുള്ള മനസാക്ഷിയിൽ ജീവിപ്പാൻ തക്കവണ്ണം എന്നെയും നിങ്ങളെയും കൂടെ നമുക്ക് ഒരുമിച്ച് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ നിമിഷം വരെയും നമ്മൾ ചെയ്ത കുറവുകളോ ബലഹീനതകളോ ദൈവത്തോട് ഏറ്റു പറയാം. ഇനിയും ആ പാപത്തിലേക്ക് നമ്മൾ അകപ്പെടാതിരിക്കാൻ നമ്മളെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. മറ്റുള്ള ശുശ്രൂഷകരെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മളെപ്പോലെ കർത്തൃവേല ചെയ്യുന്ന അനേകർ കർത്താവിൻ്റെ മുന്നിലുണ്ട്. ഹല്ലേലൂയ. അവരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവരെയും നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഒരു ശുശ്രൂഷകരെയോ വിശുദ്ധന്മാരെയോ ചിലപ്പോൾ കുറവുകൾ വരാതിരിക്കാം. അതൊന്നും നമ്മളൊരു കുറ്റമായിട്ട് ഏറ്റെടുക്കാതെ, എനിക്കും ബലഹീനത വരാം ദൈവത്തിൻ്റെ പൈതലേ, എന്നാൽ അത് മനസ്സിലാക്കി പിന്നെ ചെയ്യാതിരിക്കാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനോട് നിരന്തരം നമുക്ക് പ്രാർത്ഥിക്കാം. ആരെയും നമ്മൾ കുറ്റം പറയരുത്. ആരുടെയും കാര്യം നമ്മൾ കുറ്റം പറയുമ്പോൾ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. ഒരു വ്യക്തിയെയും നമ്മൾ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പറയാതിരിക്കാൻ കഴിയണമേ. ഈ നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ സഹായിക്കണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിയുവാൻ തക്കവണ്ണം നമ്മൾ മിണ്ടാതിരുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി, യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇന്ന് പകൽക്കാലം പോരാടുന്നവരോടുകൂടി പോരാടാതെ ദൈവത്തിൽ ആശ്രയിച്ച് പോരാടുന്നവരെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ, ദൈവമേ അവരെ സഹായിക്കണമേ, അവർക്കറിവില്ലാത്തത് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അവരോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ കുറ്റമറ്റ മനസാക്ഷിയോടെ ദൈവസന്നിധി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.
ഹല്ലേലൂയ. സകല ജനത്തെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ കമൻറ്റ് ബോക്സിൽ നിരന്തരം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിന് ഭയങ്കര ഒരു വിടുതൽ കാണുവാൻ ഇടയായി എന്ന് ആ കമൻറ്റ് ബോക്സിൽ ഇട്ടു. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് അത്ഭുതം ചെയ്തു. എൻ്റെ പ്രാഗൽഭ്യം കൊണ്ടൊന്നുമല്ല, ദൈവം കരുണയുള്ളവനായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു നന്മയുണ്ടാകാൻ ഇടയായത്. പലരും സ്തോത്രം നമ്മുടെ ഈ പ്രാർത്ഥനയിൽ കൂടിയവർക്കൊക്കെ പലർക്കും നല്ല വിടുതൽ സംഭവിച്ചു എന്ന് പറഞ്ഞു. സ്വർഗത്തിലെ ഭൂമിയിലെ നന്മകൾ നിങ്ങൾ അനുഭവിക്കട്ടെ. ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. കഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾ, കഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ശുശ്രൂഷകർ, ഏതൊക്കെ വ്യക്തികളായിക്കോട്ടെ, എല്ലാവരെയും ഓർത്ത്, സകല മാനവരാശിയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കാം. നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങളും കുറ്റമറ്റ മനസാക്ഷിയോടെ പ്രാർത്ഥനയിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ തന്നെ ഇന്ന് നിങ്ങളുടെ ഭവനത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയാകും. നാളെ നിങ്ങൾ നല്ല ഒരു സാക്ഷ്യം പറയുവാൻ ഇടയാകട്ടെ. ഹൃദയത്തിനകത്തെ സകലത്തിൽ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അല്പസമയം എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് പാടുവാനും കർത്താവെ പ്രസംഗിക്കുവാൻ, അങ്ങയുടെ വചനം പറയുവാനും ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാനും അങ്ങ് തന്ന സാവകാശത്തിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവമേ ഞങ്ങളെ ശക്തീകരിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം. ശത്രു അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് അവൻ ചുറ്റി ഉഴന്ന് നടക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ കർത്താവെ, പലപ്പോഴും മെസ്സേജ് പറയുവാൻ പോലും കർത്താവെ ശത്രു തടഞ്ഞ നിമിഷങ്ങൾ എൻ്റെ മുന്നിലുണ്ട്. നാളെ കർത്താവെ പാടുവാനും മെസ്സേജ് പറയുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം അവസരം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പാടുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം തന്ന ഒരു അവസരമാണ് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് അനേകർക്ക് വിടുതലായി തീരട്ടെ ഇത്. ഹല്ലേലൂയ. അടിയനും കുടുംബത്തിനും അതിൽ വിടുതലായി തീരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. നാളെ ജീവനോടെ ഇരുന്ന് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് കൃപ തന്നാൽ നിന്നെ മഹത്വപ്പെടുത്തും കർത്താവെ. ഹല്ലേലൂയ. ഈ കർണാടക സംസ്ഥാനത്തിന് വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ദേശത്തോട് അങ്ങ് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തിൻ്റെ മേലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ഉണർവിൻ്റെ കാറ്റയക്കണമേ. നാനാ വിധത്തിലുള്ള കർത്താവെ മതസ്ഥരായ ജനമുണ്ട്, അവരെല്ലാം എൻ്റെ യേശുവിനെ കാണുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സകല ജനത്തോട് നീ കരുണ തോന്നണമേ, മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉൾഗ്രാമങ്ങളിൽ സുവിശേഷ ഘോഷണത്തിനായി ഹല്ലേലൂയ ഞങ്ങളെ അയക്കണമേ. സുവിശേഷങ്ങൾ സകല മനുഷ്യരും കർത്താവെ കേൾക്കുവാൻ തക്കവണ്ണം കർത്താവെ നീ ശക്തീകരിക്കണം, ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സകല ഗ്രാമങ്ങളിലും കർത്താവിൻ്റെ സന്ദേശം എത്തട്ടെ യേശുവിൻ്റെ നാമത്തിൽ. സകല അന്ധകാര മണ്ഡലങ്ങളും അഴിഞ്ഞു പോകട്ടെ ഈ ദേശത്തു നിന്ന്. കർത്താവെ, ഇവിടെ പഠിക്കുവാൻ വന്ന സകല കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. തലമുറകളെല്ലാം അനുഗ്രഹിക്കണമേ. ആരെങ്കിലും ഒറ്റപ്പെട്ട് കഴിയുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ബലം കൊടുക്കണം, ശക്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയൊക്കെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സകല ഭരണാധികാരികളെ, മത നേതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കേരള സംസ്ഥാനത്തോട് കരുണ തോന്നണമേ കർത്താവെ. 14 ജില്ലകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. ദുരന്ത സ്ഥലത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങണമേ. അവരുടെ കഷ്ടങ്ങൾ എൻ്റെ കർത്താവ് കൂട്ടാളിയായിരിക്കണമേ. ആമേൻ. ഇന്ത്യ മഹാരാജ്യത്തിൽ 28 സ്റ്റേറ്റിലും 9 കേന്ദ്രഭരണ പ്രദേശത്തിലും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ ഉണർവിൻ്റെ കാറ്റയക്കണമേ അപ്പാ. ഹല്ലേലൂയ. സ്തോത്രം. ജയിലറകൾ കിടന്ന് നിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരോടും അങ്ങ് കരുണ തോന്നണമേ. വിദേശ രാജ്യങ്ങളായിരിക്കുന്ന നിൻ്റെ മക്കൾ, മിഷണറി ആയിട്ട് പോയിരിക്കുന്ന കർത്തൃദാസന്മാർ, കുടുംബങ്ങൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാ ജനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമേ ആൻറ്റി എന്ന് പറഞ്ഞ നിൻ്റെ കുഞ്ഞുങ്ങൾ വിവിധ കഷ്ടത്തിൽ കൂടി കടന്നു പോകുന്ന യൂട്യൂബ് ചാനൽ കൂടി കമൻറ്റിലും സ്തോത്ര വോയിസ് കർത്താവ് വാട്സപ്പിൽ കൂടെ വോയിസ് ഇട്ടവരെ, വിളിച്ചവരെ എല്ലാവരെയും ഓർത്ത് സ്തോത്രം. അവരുടെ കഷ്ടങ്ങളിൽ എൻ്റെ കർത്താവ് ഈ ദിവസങ്ങൾ അവരുടെ ഒറ്റപ്പെടലുകൾ, അവർ നിന്നാപാത്രം പരിഹാസപാത്രമായ ഏതൊക്കെ മേഖലകളുണ്ടോ, എവിടൊക്കെ ശൂന്യമായി കഴിയുന്നുണ്ടോ, ഏതൊക്കെ മേഖലകൾ ഇരുട്ടിൽ കഴിയുന്നുണ്ടോ, അവിടെയൊക്കെ ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സകല കർത്താവെ ഭൂഖണ്ഡങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. ജനവാസമുള്ള എല്ലാ ഭൂഖണ്ഡം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജനത്തിൻ്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ ശക്തിയോടെ എല്ലാ ജനത്തെ നിർത്തിയാട്ട് കർത്താവേ. ഞങ്ങളുടെ സഹോദരങ്ങൾ, ബന്ധുക്കൾ, ചർച്ചക്കാർ, ഞങ്ങളുടെ ദേശം, രാജ്യം, ലോകരാജ്യങ്ങളെ മൊത്തമായി തിരുക്കരങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ കൂടുന്ന കർത്താവെ ആലയം, കർത്തൃദാസൻ കുടുംബം, ആ ബാലവൃദ്ധം ജനത്തെ ഏൽപ്പിക്കുന്നു. സകല വിശ്വാസി സമൂഹത്തെ, സകല കർത്തൃദാസന്മാർ, കുടുംബങ്ങൾ, അവരുടെ വിശ്വാസികളെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്തൃദാസന്മാരെ ദിവസങ്ങൾ ശക്തിയേറിയത് മൂർച്ചയേറിയതുമാക്കി തീർക്കണമേ. ആത്മാവിൽ ശുശ്രൂഷിപ്പാൻ ദൈവത്തിൻ്റെ ദാസന്മാരെ അങ്ങ് എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവേ, ഹല്ലേലൂയ, അഗ്നിജ്വാലക്കത്ത കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഞങ്ങളെല്ലാം വിശുദ്ധരെന്നെണ്ണുവാൻ തക്കവണ്ണം, വിശ്വസ്തരെന്നെണ്ണുവാൻ തക്കവണ്ണം അങ്ങയുടെ കൃപയാലേ ഞങ്ങൾക്ക് വിശ്വസ്തയോടെ നിൽക്കാൻ കഴിയത്തുള്ളൂ. ഞങ്ങൾക്കൊന്നിനും കഴിവും പ്രാപ്തിയുമില്ല. ദൈവം കൃപ തന്നാൽ ഞങ്ങൾക്ക് അതേ സ്തോത്രം നിൽക്കുവാൻ കഴിയും. ഇന്ന് പകൽക്കാലം സർവ്വവിധമായ നന്മകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. ഇന്ന് പകൽക്കാലം ജയോത്സവമായി ഞങ്ങളെ നടത്താൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. നാളെ കാണുന്നവരെ ചെറിയൻ മറയിൽ മറച്ചാട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ഞങ്ങളുടെ കർത്താവേ കർത്താവിൻ്റെ വചനം സംസാരിക്കുന്നതിനും ഹല്ലേലൂയ പാടുന്നതിനും ഞങ്ങൾ ആത്മാവിൽ കർത്താവെ ജാഗരിച്ചിരിക്കുന്ന തടസ്സമായി നിൽക്കുന്ന സകല പൈശാചിക നുഖങ്ങൾ പുഷ്ടി നിമിത്തം തകർന്നു മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. സകല ഇരുളിൻ്റെ മണ്ഡലങ്ങൾ ഞങ്ങളുടെ ദേശം വിട്ടു പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. സകല മേഖലകളും കർത്താവ് അത്ഭുതം ചെയ്തതിനായി നന്ദി പറയുന്നു. വിടുതലയച്ചതിനായി നന്ദി. അങ്ങ് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ഹേമേൻ, സ്തോത്രം. ഇന്ന് പകൽക്കാലവും കർത്താവിൻ്റെ ദിവ്യ സമാധാനം കൊണ്ട് നമ്മളെ നിറയ്ക്കുമാറാകട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങൾക്കകത്ത് സമാധാനം കൊണ്ട് നിറയട്ടെ. ദൈവം നമ്മെ സകലത്തിലും, അതേ സ്വർഗത്തിലെയും ഭൂമിയിലെയും നന്മകൾ കൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.